വൈഫൈ ഉപയോഗിക്കുന്ന ആളുകൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് കറണ്ട് പോകുന്ന സമയത്ത് വൈഫൈ കട്ടാവുക എന്നുള്ളത്. അപ്പോൾ കറണ്ട് കട്ടാവുന്ന സമയത്ത് വൈഫൈ കട്ടാവാതെ നമ്മൾക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നതിനുള്ള ഒരു ചെറിയ ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സംഭവം തന്നെയാണ് റൗട്ടർ. അതെ, ഞാൻ അതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ പ്രവർത്തിക്കും, ഇത് എത്രമാത്രം നമുക്ക് ബാറ്ററി ബാക്കപ്പ് നൽകും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് 1406 രൂപയ്ക്കുള്ള ഒരു പ്രോഡക്റ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. മിനി UPS കണ്ടില്ല, ഇങ്ങനെയാണ് കാണിക്കുന്നത്. അപ് ടു 4 hour ബാക്കപ്പ് ആണ് കാണിക്കുന്നത്. 4 മണിക്കൂർ ബാക്കപ്പ് കിട്ടുമെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഡോക്ടർ എന്നുള്ള കമ്പനിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. 4 hour ബാക്കപ്പ് പറയുന്നുണ്ട്. ഇത് ഏകദേശം ഒരു പവർ ബാങ്ക് പോലെ തോന്നും നമുക്ക് കണ്ടു കഴിഞ്ഞാല്. ഇത് ഓഫ് ഓണ് സൗണ്ട് സിസ്റ്റം ഇതിലുമുണ്ട്. ഇപ്പൊ ഞാനിപ്പോ വാങ്ങാൻ കണ്ടെന്ന് വെച്ചാൽ ചൂടുകാലത്ത് വെള്ളത്തിന്റെ ക്ഷാമത്തിന്റെ കൂടെ തന്നെ കറണ്ടും പോകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 3, 4, 5 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ കറണ്ട് വരുള്ളൂ. ആ സമയത്ത് ചിലപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്ന സമയത്താണ് കറണ്ട് പോകുന്നത്. അപ്പോൾ പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ട് തന്നെ ചിലപ്പം 2-3 ദിവസമൊക്കെ വീഡിയോ അപ്ലോഡിങ്ങൊക്കെ മാറ്റി വെക്കേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷം വരാറുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ പിന്നെ ഇൻവെർട്ടർ വെക്കാന്നൊക്കെ പറയും. പക്ഷെ ഒരു ഇൻവെർട്ടറൊക്കെ വെക്കണ 20,000 രൂപ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാമ്പത്തിക തൽക്കാലം ഇപ്പം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പം ഞാൻ മാത്രമല്ല, ഓൺലൈനിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് ഓൺലൈനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഉപയോഗപ്പെടുന്നതാണ് ഞാൻ കരുതുന്നത്. കാരണം കറണ്ടാണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുവരെ ചെയ്തിരുന്ന വർക്കൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് സ്റ്റോപ്പ് ആവും. സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതുവരെ ചെയ്ത് കുറേ മണിക്കൂറുകൾ എടുത്തിട്ട് കുറേ കാര്യങ്ങൾ സെറ്റാക്കി കൊണ്ടുവന്നത് ആ കുറഞ്ഞ സമയം കൊണ്ട് കറണ്ട് പോകുന്ന ഒറ്റ നിമിഷം കൊണ്ട് കംപ്ലീറ്റ് പോയി കഴിഞ്ഞാൽ കഷ്ടമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാവും എന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഫുൾ ചാർജ് ചെയ്തിട്ട് കറണ്ട് പോകുമ്പോഴേ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എത്ര മണിക്കൂർ നേരം യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നോർമലായിട്ട് വൈഫൈ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഒന്ന് തെറി പറയേണ്ട, ഒന്ന് സ്റ്റെപ്പ് ബാക്കോട്ട് നിൽക്കുക. അല്ലാത്ത സ്ഥിരമായിട്ട് നെറ്റ് ആവശ്യമുള്ള ആളുകൾ, ഓൺലൈനിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, വ്ളോഗേഴ്സ്, അങ്ങനെ കുറേ ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാത്ത ആളുകൾ ചുമ്മാ ജസ്റ്റ് സ്റ്റെപ്പ് ബാക്കോട്ട് നിൽക്കാം. ഇതാണ് നമ്മളുടെ വൈഫൈ മോഡം. നമ്മൾ ഇതിൽ കുത്തിവെക്കാൻ പോവുകയാണ്. ഇതിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കേബിൾ എടുക്കുന്നുണ്ട്, അതുപോലെ ഇങ്ങനെ ഒരെണ്ണം എടുക്കുന്നുണ്ട്. ആദ്യം പ്ലഗ് ഓഫ് ചെയ്യുക, അതിനുശേഷം ഇത് അയക്കുക. 6 മണിക്കൂർ നമുക്ക് കുത്തി വെക്കേണ്ടതുണ്ട്. ഇത് അയച്ചതിന് ശേഷം കണക്ഷൻ കൊടുക്കുന്ന ആ കേബിൾ ഉണ്ടല്ലോ, അത് വേണം ഇതിൽ കുത്താൻ വേണ്ടിയിട്ട്. ഈ സപ്ലൈ പോകുന്നത് ഇതിലൂടെ ആയിരിക്കും. ആ ഒരു സംഭവം ഊരിയിട്ട് ഇത് കണക്ട് ചെയ്ത് കൊടുക്കുക. പവർ ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ അറിയാൻ പറ്റും ഇത് വർക്കിംഗ് ആണോ അല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ. യെസ്, ഓഫ് കോഴ്സ് ഇത് ഓൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് കണക്ഷൻ വന്നിട്ടുണ്ട്. ഫസ്റ്റ് യൂസിന് മുന്നേ 6 മണിക്കൂർ ചാർജ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ സമയം 11 മണിയാണ്. 11 മണിയാണ്. അപ്പോൾ നമ്മൾക്ക് 6 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. 6 മണി വരെ അല്ല, 5 മണി വരെ അല്ല, 5 മണി വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിന് ശേഷം നമ്മൾക്ക് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യാനുണ്ട്, കറണ്ട് പോയതിന് ശേഷം ഇത് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യം. നമുക്ക് ആഫ്റ്റർ 6 hours 5 മണിക്ക് ശേഷം നമുക്ക് വീണ്ടും കാണാം. അങ്ങനെ 6 മണിക്കൂർ റീചാർജ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഇപ്പം ഞാൻ പവർ ഓഫ് ചെയ്തിട്ട് 4.5 മണിക്കൂർ ആയിട്ടുണ്ട്. 4.5 മണിക്കൂറിന് ശേഷം ഞാനിതാ യൂസ് ചെയ്യുന്നത് പിന്നെ വൈഫൈയിലാണ്. നെറ്റ് ഓഫാണ്, ഫോണിൻ്റെ സിം നെറ്റ് ഓഫാണ്, കണ്ടില്ലേ. അപ്പോൾ വൈഫൈ ഓണാണ്. കാണിച്ച് തരാം കേട്ടോ. നമ്മളെ പ്രൊഫൈലിനാണ്, കണ്ടില്ലേ. ഇതിന് വീഡിയോ വേണമെങ്കിൽ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സെറ്റാണ് സാധനം. ഇന്നലെ എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല, കാരണം എനിക്ക് പെട്ടെന്ന് പുറത്തു പോകേണ്ട ഒരു ആവശ്യം വന്നു. രാത്രിയായി, ഒരുപാട് ലേറ്റായി വന്നപ്പോൾ. അപ്പോൾ ഞാൻ എന്താക്കി, ഇന്ന് രാവിലെ 6:30 മണിക്ക് പവറൊക്കെ മൊത്തത്തിൽ ഓഫ് ചെയ്തിട്ടിട്ട് ഇരിക്കുകയാണ്. അത് കാണിച്ചു തന്നില്ല അല്ല. ഓക്കെ, കാണിച്ചു തരാം. അതാ പവർ ഓഫിലാണ് കേട്ടോ, കണ്ടില്ലേ. പവർ ഓഫ് ആക്കിയിട്ടാണ് ഇരിക്കുന്നത്, പക്ഷെ ഇത് വർക്കിംഗ് ആണ്. ഓക്കെ, വൈഫൈ കട്ടായിട്ടില്ല. അതായത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണെന്നാണ് ആക്കുന്നത്. 4:30 ഇപ്പം 6:30 എന്ന് പറയുമ്പോൾ 7, 8, 9, 10, 11:30 മണിയായിട്ടുണ്ട്. ഇപ്പം 5 മണിക്കൂർ, ഇത് 11:30 മണിയാണ്. ഇപ്പം 5 മണിക്കൂറായിട്ടുണ്ട് ഈ സാധനം വർക്കിംഗ് ആണ്. സൂപ്പർ സാധനമാണ്. അപ്പോൾ വൈഫൈ യൂസ് ചെയ്യുന്ന ആളുകൾ, ഫോണ്, അതായത് ഇപ്പോൾ ഓൺലൈൻ വർക്ക് ചെയ്യുന്ന ആളുകൾ, വൈഫൈ കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും അത്യാവശ്യം ആയിട്ട് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സംഭവത്തിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതാണ്.
കാരണം യൂസ്ഫുൾ ആണ് എന്ന് തന്നെയാണ് കാരണം. 5 മണിക്കൂറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് പ്രവർത്തിക്കാൻ നമുക്ക് കറണ്ട് ഇല്ലാത്ത സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയാന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. 4 അവർ ബാക്കപ്പ് ആണ് ഇവർ പറയുന്നത്, അപ് ടു 4 അവർ ആണ്. പക്ഷെ 5 മണിക്കൂർ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കാര്യം ഞാൻ പറയും, എനിക്ക് 5 മണിക്കൂർ കിട്ടുന്നുണ്ട്. ഇപ്പോഴും ഇത് ഓഫിലാണ്, പക്ഷെ വൈഫൈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തെയാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ബാറ്ററി കപ്പാസിറ്റി 2000 mAh ആണ്, അത് താരതമ്യേന കുറവാണ്. പക്ഷെ ഇത് 5 മണിക്കൂർ കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പം അടിപൊളി തന്നെയാണ്. ബോക്സിൽ ഇതിന് MRP എന്ന് പറയുന്നത് 3490 രൂപയാണ്. പക്ഷെ എനിക്ക് കിട്ടിയിട്ടുള്ളത്, ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഓൺലൈനിൽ ഞാൻ പർച്ചേസ് ചെയ്തത് 1409 രൂപക്കാണ്. അപ്പൊ ഇതിന്റെ വലുതും ചെറുതും ആയിട്ടുള്ള വേരിയസ് കമ്പനീസ് ഒക്കെ ഉണ്ടായിരിക്കും, പല പ്രൈസിന് ഉണ്ടായിരിക്കും, പല കമ്പനികളുണ്ടായിരിക്കും. MH ഇത് കുറവുള്ളതും കൂടുതലും ഉള്ളതും എല്ലാം ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങളുടെ ആവശ്യം എന്താണ് അത് നോക്കിയിട്ട് വാങ്ങാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്റെ യൂസിന് ഇത് മതി, ഇത് ധാരാളമാണ്. അപ്പോൾ യൂസ്ഫുൾ ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ, ആവശ്യക്കാരിലേക്ക് എത്തട്ടെ അല്ലേ. അപ്പോൾ